താങ്ങും തണലുമാവാൻ ആണുങ്ങളാരുമില്ലാതെ മക്കളെ പോറ്റാൻ പാടുപെടുന്ന വിധവകളായ ഉമ്മമാർ നിറഞ്ഞ ഒരു കോളനിയുണ്ട്. സമ്പന്നരുടെ നാടെന്ന് വിളിക്കുന്ന നമ്മുടെ കാസർഗോട്ട്. നെല്ലിക്കട്ട പൈക്കാറോഡിലെ ചൂരിപ്പള്ളം എന്ന ദിക്കിലാണ് ഈ ദയനീയ കാഴ്ചയുള്ളത്. 3 കുടുംബങ്ങളുടെ ദുരിത ജീവിതത്തെ ഒറ്റ ഫ്രെയിമിൽ ഒതുക്കുമ്പോൾ ഞങ്ങൾ ആദ്യം ക്യാമറ തിരിക്കുന്നത് സാറ എന്ന യുവതിയുടെ ഈ കൊച്ചുകുടിലിലേക്കാണ്. കുഴച്ച മണ്ണുകളുടെ ബലത്തിൽ കല്ലുകൾ ഉറപ്പിച്ചു നിർത്തിയ ഈ വീടിന്റെ മുകളിൽ ഏത് നിമിഷവും പാറിപ്പോകുന്ന ബലമില്ലാത്ത ഷീറ്റുകൾ പാകിയിട്ടുണ്ട്. ഈ വീട്ടിലാണ് സാറയുടെ ഖുർആൻ പഠിക്കുന്ന മകളും അസുഖബാധിതനായ മകനും താമസിക്കുന്നത്. വീടെന്ന് വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. ഒരു ഒറ്റ മുറിഷെട്ട്. ആദ്യ നോട്ടത്തിൽ TM ചാരിറ്റി പ്രവർത്തകരായി ഞങ്ങൾ കരുതിയത് വേനലവധി ആഘോഷിക്കാൻ കുട്ടികൾ കെട്ടിപ്പൊക്കിയ കളിവീടെന്നായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞ് സാറ കാണിച്ചു തന്നപ്പോഴാണ് ആ ദുരിതത്തെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞത്. ഒരു വരി കല്ല് വെച്ച് അതിർത്തി തിരിച്ച സ്ഥലത്തിനപ്പുറം അവർ കഞ്ഞിയും കറിയും വെക്കും. അതവരുടെ അടുക്കളയാണ്. അതിന്റെ ഇപ്പുറം പച്ചമണ്ണിൽ അവർ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും. അത് അവരുടെ ഡൈനിങ് റൂമും സ്വീകരണ മുറിയുമാണ്. ഒരു സെൽഫോ ഗ്യാസ് സിലിണ്ടറോ ഒന്നുമില്ലാത്ത വീട്. വൈദ്യുതി വെളിച്ചം പോലും അതിനകത്ത് എത്തി നോക്കിയിട്ടില്ല. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണ് ആ കുഞ്ഞു പെങ്ങൾ ഖുർആൻ വായിച്ചെടുക്കുന്നത്. പായകൾ കെട്ടി തൂക്കിയ ചുമരിനരികിൽ അവൾ അവളുടെ മുസാഫിനെ സൂക്ഷ്മതയോടെ എടുത്തുവെക്കും. വൈദ്യുതി വെളിച്ചം മാത്രമല്ല, ടോയ്ലറ്റ് സംവിധാനം പോലുമില്ലാത്ത ആ വീട്ടിൽ നിന്ന് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉമ്മയും മോളും മോനും അടുത്ത വീട് തേടിപ്പോകും. കിടന്നുറങ്ങാൻ നല്ലൊരു പായ പോലുമില്ലാത്ത വീട്ടിൽ ആ ഉമ്മയും മക്കളും ദുരിതങ്ങളെ ചേർത്ത് പിടിച്ച് ജീവിതത്തെ ജീവിച്ച് തീർക്കുകയാണ്. ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത് ബി ഫാത്തിമ എന്ന ഉമ്മയുടെ വീട്ടിലേക്കാണ്. ആദ്യം ആ മേൽക്കൂര കണ്ടോളൂ. ഒരു കാറ്റ് വന്നാൽ മതി, ഇത് മുഴുവൻ തകർന്നമരുകയോ പാറിപ്പോകുകയോ ചെയ്യും. ഇതിന്റെ ഉള്ളിലാണ് യുവതികളായ 2 പെൺമക്കളോടും വിദ്യാർത്ഥിയായ മകനോടുമൊപ്പം അവർ ജീവിക്കുന്നത്. ഓരോ രാത്രി കിടന്നുറങ്ങുമ്പോഴും നാളെ നേരം പുലരുമെന്ന പ്രതീക്ഷ അവർക്കില്ല. രാത്രിയുടെ ഏതെങ്കിലും യാമങ്ങളിൽ ഈ മേൽക്കൂര തങ്ങളുടെ ദേഹത്തേക്ക് തകർന്ന് അമരുമെന്ന് ആ ഉമ്മയും മക്കളും ഭയക്കുന്നു. മേൽക്കൂരയാക്കി നിർത്തിയ ഈ കല്ല് കണ്ടോ? ഇളകി നിൽക്കുന്ന ഈ കല്ല് മെല്ലെ ഒന്ന് നീങ്ങിയാൽ മതി, എല്ലാം അവിടെ അവസാനിക്കും. എല്ലാ സങ്കടങ്ങൾക്കിടയിലും ആ ഉമ്മ മക്കളെ പഠിപ്പിച്ചു. മകൻ ഹക്കീം 10ാം ക്ലാസ്സിൽ പഠനം നടത്തുകയാണ്. പഠനത്തിൽ മിടുക്കരായിട്ടും അവർക്ക് ഇരുന്ന് പഠിക്കാൻ ഫൈബറിന്റെ ഒരു ടേബിൾ മാത്രമേ ആ വീട്ടിലുള്ളൂ. ആ ടേബിളിന് ചുറ്റും അവർ ഒന്നിച്ചിരുന്ന് പഠിക്കും. ചെറിയൊരു കട്ടിലും ചെറിയൊരു അലമാരിയും പിന്നെ 4-5 പാത്രങ്ങളും മാത്രമാണ് ആ വീട്ടിലാകെയുള്ള സമ്പാദ്യം. പാത്രങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാത്ത സങ്കടങ്ങളല്ല, ഈ മേൽക്കൂര തകർന്ന് തലക്ക് വീഴരുതേ എന്ന ഭീതിയാണ് അവരെ കരയിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ ഇതേ കോളനിയിലെ സൈനബിയുടെ ജീവിതം കാണണം. നേരത്തെ പറഞ്ഞ 2 കുടുംബങ്ങൾക്ക് പേരിനെങ്കിലും ഒരു വീടുണ്ടെങ്കിൽ ഇവർക്ക് അതുമില്ല. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സൈനബി സഹോദരന്റെ വീട്ടിൽ 8ഉം 6ഉം വയസ്സുള്ള പെൺമക്കളോടൊപ്പം കഴിയുന്നു. സഹോദരൻ തന്നെ ദുരിതത്തിന്റെ കയത്തിലാണ്. കാലൊടിഞ്ഞ ഉമ്മയും വയസ്സായ ഉപ്പയും തന്റെ ഭാര്യയും മക്കളുമടക്കം വലിയൊരു കുടുംബം ഞെരുങ്ങി ജീവിക്കുന്ന കുടിൽ. അതിനോടൊപ്പമാണ് സൈനബിയും അവരുടെ ഇടയിൽ ദുരിത ജീവിതം നയിക്കുന്നത്. എല്ലാ നോവുകൾക്കിടയിലും ആ കുഞ്ഞുമക്കൾ ഓടിക്കളിക്കുന്നു. കളിക്കോപ്പുമായി വരാൻ ഉപ്പയില്ലെങ്കിലും എവിടെയൊക്കെയോ വീട് പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് കുഞ്ഞുമക്കൾക്ക് കളിപ്പാട്ടങ്ങളും പുത്തനുടുപ്പും വാങ്ങി നൽകും. ആ സുന്ദര കാഴ്ച കണ്ട് അവൾ എല്ലാ നൊമ്പരങ്ങളും മറക്കാൻ ശ്രമിക്കും. വീടുകൾ കൊണ്ട് മത്സരിക്കുകയും കാൽക്കോടിയുടെ പന്തലിട്ട് വിവാഹം നടത്തുകയും ചെയ്യുന്ന കാസർഗോട്ട് തന്നെയാണ് ഈ കാഴ്ചകളൊക്കെയുള്ളത്. കിടന്നുറങ്ങാൻ വീട് മാത്രമല്ല, ഭക്ഷണം പോലുമില്ലാത്ത ദിവസങ്ങളിൽ ഒന്ന് വയറ് നിറച്ച് കിടന്നുറങ്ങാൻ വെള്ളം പോലുമില്ലാത്ത കോളനിയാണിത്. ഒന്ന് അടപ്പ് തിരിച്ചു വെച്ചാൽ ബക്കറ്റിൽ വന്ന് നിറയുന്ന ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടറുകളുടെ സുഖമനുഭവിക്കുന്ന നമുക്കറിയുമോ? കിലോമീറ്ററുകൾ താണ്ടിയാണ് അവർക്ക് വീട്ടിലേക്കുള്ള വെള്ളം ചുമന്നു കൊണ്ടുവരേണ്ടത്. ഓരോ വൈകുന്നേരവും അവർ കൂട്ടമായി വെള്ളം ചുമക്കാനെത്തും. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഈ 3 കുടുംബങ്ങൾക്കും പേടിയില്ലാതെ കിടന്നുറങ്ങാനുള്ള ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും, തീർച്ച.